അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ ഇഡിയുടെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. സുപ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തും. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ തുടർ നടപടികൾ ചർച്ചയാകും. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി വീണ ടിയുടെയും കുടുംബത്തിന്റെയും ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. അവയവ കച്ചവട കേസിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്ക് സംബന്ധിച്ച് ശേഖരിച്ച തെളിവുകളും വിലയിരുത്തും. എസ് ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. എസ് ശരൺ, നേരത്തെ ഇഡി വന്നൊരു യോഗം കൂടിയതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് പിണറായിയുടെ വസതിയിലും റിയാസിന്റെ വസതിയിലും പിന്നീട് വീണ തൈക്കണ്ടിയിലേക്കുമൊക്കെ അന്വേഷണം വളരെ പെട്ടെന്ന് ചെന്നെത്തുന്നത് കണ്ടത്. ഇപ്പോഴും അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. രണ്ടു പ്രത്യേക അന്വേഷണങ്ങളാണ്. ഒന്ന് അവയവദാന മാറ്റവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട ഇഡി കേസ്, രണ്ടാമത്തത് എക്സാലോജിക്ക് CMRL കേസ്. ഈ കേസുകൾക്കൊക്കെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നുവെന്ന സൂചനയാണോ ഈ യോഗം? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിന് മുന്നിലുള്ളത്. പ്രധാനപ്പെട്ട കാര്യം CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസാണ്. ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വീണ ടിയെ 2 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലാണ് ഇഡി ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് വീണ ടിയുടെ കുടുംബത്തിന്റെ ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ച് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്നടക്കം ആസ്തി വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതുവരെ ശേഖരിച്ച തെളിവുകളൊക്കെ തന്നെ ഇന്ന് ദക്ഷിണ മേഖല മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷം ഈ തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് അവയവ കച്ചവട കേസാണ്. ആ അവയവ കച്ചവട കേസുമായി ബന്ധം, അവയവ കച്ചവട റാക്കറ്റുമായിട്ട് കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് നേരത്തെ ഇഡി കണ്ടെത്തിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലേക്ക് ഷോർ ആശുപത്രിയിലെയും ഒപ്പം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെയും മാനേജ്മെന്റ് അംഗങ്ങളെയും ഡോക്ടർമാരെയും ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട, അതായത് അവയവ കച്ചവട റാക്കറ്റുമായി ആശുപത്രികൾക്കുള്ള ബന്ധം സംബന്ധിച്ചുള്ള തെളിവുകൾ ഇഡിക്ക് മുന്നിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇനി ആരെയൊക്കെ വിളിച്ചു വരുത്തണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് രാവിലെ ദക്ഷിണ മേഖല മേധാവിയുടെ നേതൃത്വത്തിൽ ചേരാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള യോഗത്തിൽ അദ്ദേഹം ഓൺലൈൻ, അതായത് ചെന്നൈയിലുള്ള അദ്ദേഹം ഓൺലൈൻ വഴിയാണ് പങ്കെടുക്കുന്നത്. എന്നാൽ ഇത്തവണ അദ്ദേഹം നേരിട്ട് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇഡിയുടെ ദക്ഷിണ മേഖലാ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകൾ ഇപ്പോൾ പുരോഗതിയിലേക്ക് എത്തുന്നു. അതിൽ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുണ്ട്. അതേപോലെ നിലവിൽ വീണ ടിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. അത് കണ്ടുകെട്ടുന്നതിന് മുമ്പായിട്ടുള്ള നടപടിയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്.